ഹായ് ഹലോ, ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ അച്ഛമ്മ എല്ലാവരും. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാത്തിരുന്ന നിമിഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സച്ചിയും രേവതി ഒന്നിക്കാൻ പോകുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പം സച്ചിക്ക് രേവതിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ അച്ഛമ്മ വിളിച്ച് ഇരുത്തുന്നുണ്ട്. അപ്പം ഇന്നും സച്ചി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറിയുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് വീണ്ടും മുരിങ്ങയ്ക്ക. അപ്പം സച്ചി പറയുന്നുണ്ട്, മുരിങ്ങയ്ക്ക എല്ലാം ഞാൻ വെട്ടി കൂട്ടി എല്ലാം എടുത്ത് കളയും. കുറേ ദിവസം കൊണ്ട് അച്ഛമ്മ ഈ മുരിങ്ങയ്ക്ക കറി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളെ രേവതിക്ക് എന്താണ് കാര്യമെന്ന് പിടികിട്ടി. പക്ഷെ നമ്മൾ സച്ചിക്ക് ആ ഒരു പെട്ടെന്നൊരു കാര്യം മനസ്സിലാവത്തില്ല, കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ആ ഒരു തമാശയും പിന്നെ സച്ചി രാവിലെ തന്നെ തൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സച്ചി പുറത്തോട്ട് പോകുമ്പോൾ അച്ഛമ്മ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട്. പോകണ്ട, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തം ഉണ്ട്, അതുകൊണ്ട് നീ ഇന്ന് മുഴുവൻ ഇവിടെ കാണണമെന്ന്. പക്ഷെ നമ്മുടെ സച്ചിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് ഒരു കട്ടായത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അച്ഛമ്മ സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലായ സച്ചി നേരെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പോകണ്ട, അച്ഛമ്മ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ രേവതിയുടെ സാരിയിൽ പിടിച്ച് വലിച്ചിട്ട് സച്ചി, ഈ കുഞ്ഞു പിള്ളേർ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങാതെ അമ്മ വാങ്ങിച്ചു തരാതെ നിൽക്കുമ്പോൾ അമ്മ സാരിയിൽ നമ്മൾ തുണിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് അമ്മ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കത്തില്ലേ, അതുപോലെയാണ് നമ്മുടെ സച്ചിയും സാരിയിൽ പിടിച്ച് നിന്നിട്ട് രേവതി പ്ലീസ് രേവതി നീ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, രേവതി ഒന്ന് പറ രേവതി എന്ന് പറഞ്ഞ് രേവതിയെ സോപ്പിട്ട് അവസാനം രേവതി പറഞ്ഞു, കുറച്ച് നേരത്തേക്കല്ലേ അച്ഛമ്മേ, പോയിട്ട് വന്നോട്ടെ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ രേവതിക്ക് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സച്ചി ഓടി തുള്ളിച്ചാടി അങ്ങ് പോവാണ് ഫ്രണ്ടിനെ കാണാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മയുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നു. എല്ലാവരും നമ്മുടെ രേവതിക്കും സച്ചിക്കുമുള്ള ആ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരു മണിയറ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അവർ മണിയറയൊക്കെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ നാണത്തോടെ രേവതിയും കൂടെ നിൽക്കുവാണ്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ പുതിയൊരു ജീവിതം, അവരുടെ പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ശ്രീകാന്തിൻ്റെയും പിന്നെ വർഷയുടെയും ഒരു പ്രണയമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. വർഷ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിൽ വരികയും അങ്ങനെ ഇവിടുത്തെ ഷെഫിനെ കാണണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ മാനേജർ പറയുന്നുണ്ട്, അതാണ് ശ്രീകാന്തിനെ പോയി കണ്ടാൽ മതി, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷെഫ്. അങ്ങനെ നേരെ ശ്രീകാന്തിനെ പോയി കണ്ടു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് ശ്രീകാന്തിനെ മുഖം ശ്രദ്ധിച്ചത്. അപ്പോൾ മനസ്സിലായി ഇത് നീയോ, അപ്പം ഇതാണ് ശ്രീകാന്ത് എന്ന് വർഷ വിചാരിച്ചില്ല. ഇത് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന, തന്നെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് വിചാരിച്ച് ശ്രീകാന്തിനെ അവിടെ അന്വേഷിക്കുമ്പോഴാണ് വർഷ ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീകാന്ത് ഇതാണെന്നും ഇയാൾ എന്നെ പറ്റിച്ചതാണ് എന്നുള്ള ഒരു കാര്യം വർഷയ്ക്ക് മനസ്സിലായി. അപ്പം നീ ആ ഒരു അടിച്ചിട്ട് ഭയങ്കരമായിട്ട് പരിക്കൊക്കെ പറ്റി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചല്ലോ, അതൊക്കെ ഞാൻ വെറുതെ ഡ്രാമ കളിച്ചതാണ് ന്ന് ശ്രീകാന്ത് സത്യം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ ദേഷ്യത്തിൽ വർഷ പറയുവാണ്, ഞാൻ എന്തായാലും ഇതിനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ എന്നെ പറ്റിച്ചല്ലേ, നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ വർഷ ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വർഷ ആ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ നിന്ന് കോൾ വിളിക്കുകയും അങ്ങനെ വർഷ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് അപ്പുറത്ത് മാറി രണ്ട് പയ്യന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വർഷയെ കണ്ടപ്പോൾ തന്നെ പയ്യന്മാര് ഇങ്ങനെ ആ വർഷയെ തന്നെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയാണ്. അങ്ങനെ വർഷയുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ വർഷ സംസാരിച്ചതിന് ശേഷം, ഇല്ല എനിക്ക് ഇന്ന് ആ ഡബ്ബിങ്ങിന്റെ സീന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നാളെ ഞാൻ വന്ന് ഡബ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വർഷ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് വർഷയുടെ വണ്ടിയുടെ പിറകെ തന്നെ ഈ പയ്യന്മാരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആ സമയത്ത് വരുമ്പോൾ വർഷ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ശ്രീകാന്ത് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് പിറകെ ഈ രണ്ട് പയ്യന്മാരും കൂടി വണ്ടിയിൽ പോകുന്നത് ശ്രീകാന്ത് ശ്രദ്ധിച്ചു. അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അവരെ പിറകെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. പെട്ടെന്ന് വഴിയിൽ വെച്ച് വർഷയുടെ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് വർഷയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് അവന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും പെട്ടെന്ന് വർഷ വണ്ടി ഒന്ന് ബാലൻസ് ഇല്ലാതെ വന്ന് വീഴുവാണ്. അങ്ങനെ കൈ ചെറുതായിട്ട് മുറിഞ്ഞതിന് ശേഷം വർഷ അയ്യോ എൻ്റെ മാല എന്നൊക്കെ പറഞ്ഞ് അവന്മാർ പിറകെ ഓടി പോകുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് ഇത് കണ്ടിട്ട് അവന്മാരെ വണ്ടിയുടെ പിറകെ ശ്രീകാന്ത് വെച്ച് പിടിക്കുകയും പകുതിക്ക് വെച്ചിട്ട് അവന്മാരെ അടിച്ചു വീഴ്ത്തി ശ്രീകാന്ത് മാല പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാര് ശ്രീകാന്തിനെ കണ്ടുടനെ തന്നെ ആ രണ്ട് പയ്യന്മാരും ഓടി രക്ഷപ്പെടുവാണ്. പെട്ടെന്ന് ശ്രീകാന്ത് ഒരു ഒരു ഹെൽമെറ്റ് ഒക്കെ എടുത്ത് എറിഞ്ഞ് അവന്മാരോട് ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ഭയങ്കര ഫൈറ്റൊക്കെ ചെയ്ത്
ആ ഒരു മാല പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വർഷ അവിടെ വരികയും അങ്ങനെ വർഷ വന്ന് നോക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ അവർ രണ്ടുപേരും കൂടി എടുത്തിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്ന രംഗമാണ് വർഷ കണ്ടത്. അങ്ങനെ വർഷ തൻ്റെ ആ ഒരു ഹെൽമെറ്റ് എടുത്ത് എറിയുകയും അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ഒരുമിച്ച് അവന്മാരെ ഫൈറ്റ് ചെയ്ത് ഓടിക്കുകയും തൻ്റെ മാല തിരിച്ച് വർഷയ്ക്ക് ശ്രീകാന്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ആ മാല വർഷ വാങ്ങുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഒരു ഭാഗത്ത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവും അവരുടെ ആ ഒരു ജീവിതവുമാണ് തുടങ്ങുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും പ്രണയവുമാണ് തുടങ്ങുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുന്നതായിരിക്കും. ബൈ.